കുട്ടി ക്രിക്കറ്റിലേക്ക് ഇറ്റലി അങ്ങനെ വരവറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഡേ 6 ഇന്ന് T20 ക്രിക്കറ്റിൽ ഒരു ചരിത്രം പറഞ്ഞ ദിവസമാണ്. ഇറ്റലി വേഴ്സസ് നേപ്പാൾ. ഇംഗ്ലണ്ടായിട്ട് നടന്ന മാച്ചിൽ നേപ്പാളിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ഇറ്റലി ആയിട്ടുള്ള മാച്ച് ഈസി ആയിട്ട് ജയിക്കുന്നു. പക്ഷേ ഇറ്റലിയുടെ ഓൾറൗണ്ടർ പെർഫോമൻസിന് മുന്നിൽ നേപ്പാൾ തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത് നേപ്പാളിന് ഒരു പാസ് സ്കോർ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ബാറ്റ് ചെയ്ത ഇറ്റലിയോ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ തന്നെ അവർ കളി ജയിച്ചു. രണ്ടാമത്തെ മാച്ച് ശ്രീലങ്ക വേഴ്സസ് ഒമൻ. ശ്രീലങ്കയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പെർഫോമൻസിന് സാക്ഷ്യം വഹിച്ചൊരു മാച്ചായിരുന്നു ഇത്. ഈ വേൾഡ് കപ്പിലെ റെക്കോർഡ് റൺ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് കളി ഇന്ത്യ വേഴ്സസ് നമീബിയ. ഇന്ത്യ 209 റണ്ണിന് പകരം ഒരു 250 എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ആ രീതിയിലായിരുന്നു ഇഷാങ്ക് ഷെൻഡി, ഹാർദിക് പാണ്ഡ്യന്റെ ഒക്കെ ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ്. സഞ്ജുവിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാട്ടോ. ഒരുത്തിനും സ്പിന്ന് കളിക്കാൻ അറിയുന്നില്ല. എനിക്കറിയില്ല ഇത് എന്തുമാത്രം സ്ട്രഗ്ലിംഗ് ആണ്. 7 ഓവറിൽ 100 റൺ അടിച്ച ശേഷം പിന്നെ 120 റൺ ആവുന്നുള്ളൂ 13 ഓവറിന്റെ അടുത്താവുമ്പോഴേക്ക്. അത്രയും സ്ട്രഗിൾ ആയി. പിന്നെ ഓക്കെ, ഹാർദിക് പാണ്ഡ്യ അടിച്ചിട്ട് ഒരു സ്കോർ സെറ്റ് ചെയ്തു. 205 റണ്ണിന് 4 വിക്കറ്റ് പോയി. അവിടുന്നാണ് 20 ഓവർ ആയപ്പോഴേക്കും 209 റണ്ണിന് 9 വിക്കറ്റ് പോയത്. ലാസ്റ്റ് ഓവറിൽ ഒരു ബൗണ്ടറി ഇല്ല. 209 മോശമായ സ്കോർ എന്നല്ല, നല്ലൊരു സ്കോറാണ്. ഇന്ത്യ ജയിച്ചു, സന്തോഷം. പക്ഷേ അടുത്ത കളി പാകിസ്ഥാനായിട്ടാണ് കളിക്കുന്നത്. അവന്മാരയിലാണെങ്കിൽ പകുതി പേര് സ്പിൻ ബൗളേഴ്സ് ആണ്. പിന്നെ സഞ്ജുവിന്റെ കാര്യം, ഇനി എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് സഞ്ജുവിന് കിട്ടേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി സഞ്ജുവിന്, പക്ഷെ ആ മൊമെന്റം ക്യാരി ചെയ്യാൻ പറ്റിയില്ല. അടിച്ച ഔട്ടായി പോയി. കുറച്ച് ക്ഷമയോടെ കളിച്ചിരുന്നെങ്കിൽ ഒരു 50 അടിക്കായിരുന്നു. സഞ്ജുവിന് അടുത്ത മാച്ചിൽ അവസരം കിട്ടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?